ഇന്ന് നമുക്ക് കുട്ടികൾക്കായിട്ടുള്ള ഇങ്ങനത്തെ ഒരു യൂണിഫോം സ്റ്റിച്ച് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് നമുക്ക് 1.25 മീറ്റർ തുണിയാണ് വേണ്ടത് കേട്ടോ. 1.25 മീറ്റർ തുണിയാണ് വേണ്ടത്. നമുക്കിനി ഇതെങ്ങനെ കട്ട് ചെയ്യാമെന്ന് നോക്കാം. ഷോൾഡർ വന്നിട്ട് 10 ഇഞ്ചാണ്. അപ്പോൾ അതാ 10 ഇഞ്ചിൻ്റെ ഹാഫ് ഒരു 5 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക. 5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തു. ഇനി നമുക്ക് ആം ഹോള് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇത് ചെരിച്ച് കട്ട് ചെയ്യേണ്ട, കുട്ടികൾക്കായതുകൊണ്ട് ഒരു 4 ഇഞ്ച് ചെരിച്ച് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കൊരു 4.5 ഇഞ്ച് മതിയാകും. 4.5 ഇഞ്ച് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ചെസ്റ്റ് അളവ് വന്നിട്ട് 22 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ ഒരു 4/1 ഭാഗം എന്ന് പറയുമ്പോൾ 5.5 വരും. അപ്പം നമ്മൾ അതിനോട് 1 ഇഞ്ചാണ് ലൂസ് കൂട്ടുന്നത് കേട്ടോ. 1 ഇഞ്ച് ലൂസ് കൂട്ടി 6.5 മാർക്ക് ചെയ്ത് കൊടുക്കുക. 1.5 ഇഞ്ച് സീം അലവൻസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോൾ കറക്റ്റ് ആണോ എന്ന് നോക്കാം. ആം ഹോൾ കർവ് വെച്ചിട്ട് നമ്മൾ ആം ഹോൾ വരച്ചു കൊടുക്കുകയാണ്. ആം ഹോൾ വന്നിട്ട് 10 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ ഹാഫ് ഇവിടെ ഒരു 4 ഇഞ്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒന്ന് സ്ലോപ്പ് ചെയ്ത് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അഞ്ച് ഇഞ്ച് നമുക്ക് ആം ഹോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബോഡി ലെങ്ത്ത് വരുന്നത് 9.5 ഇഞ്ചാണ്. ഈ 9.5 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് 10.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. പത്തര ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഈ ബോഡിയുടെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് 6 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 21 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 3/4 ഇഞ്ച് ലൂസും കൂടെ കൂട്ടിയിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. 6 ഇഞ്ച്. ഇപ്പോൾ ചെസ്റ്റ് അളവ് എത്രയാണോ അതിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് നമ്മൾ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. യൂണിഫോം അല്ലേ, വല്ലാണ്ട് ടൈറ്റായിട്ട് കിടക്കരുത്. ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. സീം അലവൻസും വരച്ചു കൊടുക്കുക കേട്ടോ. 1.5 ഇഞ്ച് ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തതിന് ശേഷം ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക. ഈ കർവ് കൊടുത്തില്ലെങ്കിൽ നമ്മൾ യൂണിഫോമിൻ്റെ സ്കേർട്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അത് ഈ ഭാഗം ഇങ്ങനെ താഴത്തേക്ക് തൂങ്ങി നിൽക്കും. അതുകൊണ്ടാണ് ഒരു 4 ഇഞ്ച് കയറ്റി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ നെക്കിൻ്റെ വിഡ്ത്ത് വന്നിട്ട് 2 ഇഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ. 2 ഇഞ്ചാണ് നെക്കിൻ്റെ വിഡ്ത്ത് കൊടുക്കുന്നത്. ഫ്രണ്ട് പോർഷൻ നമുക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് പിറ്റപ്പ് ആൻഡ് കോളറാണ് വയ്ക്കുന്നത്. 3 ഇഞ്ചാണ് ഫ്രണ്ട് നെക്ക് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒരു റൗണ്ട് നെക്കിൻ്റെ റൗണ്ട് വരച്ചു കൊടുക്കുക. ഇനി ഇതാ ഇവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് സ്ലോപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു 4 ഇഞ്ച് സ്ലോപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഫ്രണ്ട് നമുക്ക് ഇതാ സ്വല്പം ഒന്ന് കുഴിച്ചു വെട്ടി കൊടുക്കാം. ചെറുതായിട്ട് ഒന്ന് കർവ് ചെയ്ത് ഫ്രണ്ട് പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. നമുക്ക് ആദ്യം ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കാം. ഇത് വെച്ചിട്ട് വേണം നമുക്ക് ബാക്ക് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മളിനി ഈ പോർഷൻ വെച്ചിട്ടാണ് ബാക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. ഇവിടെ നിന്ന് 1 ഇഞ്ച് നമ്മൾ നീക്കി വെച്ച് കൊടുക്കുക. ബാക്കിൽ സിബാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിന് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാ 1 ഇഞ്ച് നമ്മൾ നീക്കിയതിന് ശേഷം ഈ ഭാഗം വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ ഫ്രണ്ട് ആം ഹോൾ ഞാൻ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ, ബാക്ക് മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ. ഇത് കട്ട് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഫ്രണ്ട് കട്ട് ചെയ്ത് മാറ്റാനായിട്ട്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ബാക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്ക് നമ്മൾ നെക്ക്
2.5 ഇഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ. ബാക്ക് നെക്ക് വന്നിട്ട് 2.5 ഇഞ്ചാണ്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പോർഷനും ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റാം. ഇവിടെ ഒരു കർവ് വരച്ചു കൊടുക്കുക നെക്കിന്. ഇനി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. സ്റ്റിച്ചിങ് വരാനുള്ള ഭാഗത്ത് നമുക്കൊരു നോച്ചിട്ട് കൊടുക്കാം കേട്ടോ. സ്കേർട്ട് പോർഷൻ്റെ ലെങ്ത്താണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 12 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. ഒരു 3.5 ഇഞ്ച് മടക്കി അടിക്കാനായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 15.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. 15 ഇഞ്ചാണ് സ്കേർട്ട് പോർഷൻ്റെ ലെങ്ത്ത് വരുന്നത് കേട്ടോ. ഈ സ്കേർട്ട് പോർഷൻ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ആദ്യം 1 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിടുക. സീം അലവൻസിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്തിടുക. ഇവിടെ നിന്ന് വേണം നമുക്കുള്ള മെഷർമെൻറ്റ് കൊടുക്കാനായിട്ട്. ഇത് ബോക്സ് പ്ലീറ്റാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ബോക്സ് പ്ലീറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേസ്റ്റ് റൗണ്ട് ഇപ്പോൾ നമ്മൾ 6 ഇഞ്ചല്ലേ നമുക്ക് പകുതി വന്നത്. അപ്പോൾ 6 ഇഞ്ചാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ 6 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ മൊത്തം വേസ്റ്റ് റൗണ്ട് 6 × 4 എന്ന് പറയുമ്പോൾ 24 ഇഞ്ച് വരും. 24 ഇഞ്ചാണ് നമ്മുടെ വേസ്റ്റ് റൗണ്ട്, ടോട്ടൽ വേസ്റ്റ് റൗണ്ട് വരുന്നത്. അതിനെ നമ്മൾ 3 കൊണ്ട് ഇൻറ്റു ചെയ്യാം. നമ്മൾ എത്ര ഇഞ്ചിൻ്റെ ബോക്സ് ആണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ 3 ഇഞ്ചിൻ്റെയാണ് എടുത്തു കൊടുക്കുന്നത്. 3 ഇഞ്ചിൻ്റെ എടുക്കുമ്പോൾ നമ്മളതിനെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യാം. ഇനിയിപ്പോൾ 2.5 ഇഞ്ച് മതി എന്നുണ്ടെങ്കിൽ 2.5 ഇഞ്ച് എന്ന് പറയുമ്പോൾ അതാ ഇത്ര വീതിയാണ് വരിക. 3 ഇഞ്ച് എന്ന് പറയുമ്പോൾ ബോക്സിന് ഇത്രയും വലിപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് 2.5 ഇഞ്ച് മതി എന്നുണ്ടെങ്കിൽ ഈ 24നെ 2.5 കൊണ്ട് ഇൻറ്റു ചെയ്തെടുക്കുക. 3 ഇഞ്ചാണ് വേണ്ടതെങ്കിൽ 3 കൊണ്ട് ഇൻറ്റു ചെയ്തെടുക്കുക. അപ്പം 72 ഇഞ്ചാണ് നമുക്കിവിടെ തുണി വേണ്ടി വരിക. 72 ഇഞ്ച് കേട്ടോ. അപ്പോൾ ആ 72 ഇഞ്ചാണ് നമുക്കിവിടെ ഇതിൻ്റെ തുണി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ 2 പീസായിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് മാർക്ക് ചെയ്തെടുക്കാം. 1 ഇഞ്ച് നമ്മൾ സീം അലവൻസിന് വിട്ടിട്ടുണ്ട്. 12 ഇഞ്ച് നമ്മൾ ലെങ്ത്തിന് മാർക്ക് ചെയ്തു. ഇവിടെ നിന്ന് ഒരു 3.5 ഇഞ്ചിൽ നമ്മളൊരു ലൈനും കൂടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മടക്കി അടിക്കാനുള്ളതാണ് കേട്ടോ. നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൊത്തം വരച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് പറയുമ്പോൾ കൺഫ്യൂഷൻ വേണ്ട. ഇത് നമ്മുടെ ഇങ്ങനെ വേസ്റ്റിൻ്റെ ഈ ഭാഗം എന്ന് പറയുന്നത് 6 ഇഞ്ചാണ്. അപ്പോൾ ഇതുപോലെ ഇത് നിവർത്തുമ്പോൾ നമുക്ക് 12 ഇഞ്ചല്ലേ കിട്ടുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 12 ഇഞ്ചാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ 12 നമുക്ക് 72 വന്നത് 2 ഭാഗവും ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടെ കൂടുമ്പോഴാണ് നമ്മൾ 24 എടുത്തത്. അതിനെ 3 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ടാണ് നമുക്ക് 72 കിട്ടിയത്. ഇതിപ്പോൾ 2 പീസായിട്ടാണ് തുണി ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊരു ഭാഗം 72ൻ്റെ പകുതി 36 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. മനസ്സിലായല്ലോ? ഇത് അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയാലും മതി. 12 ഇഞ്ച് ഇതിനെ 3 കൊണ്ട് ഇൻറ്റു ചെയ്താലും മതി കേട്ടോ. ഒരു പോർഷൻ എത്ര വേണമെന്നറിയാം. 12നെ 3 കൊണ്ട് ചെയ്യുമ്പോൾ 2 6 36 ഇഞ്ച്. അപ്പോൾ 36 ഇഞ്ചാണ് നമുക്കിവിടെ ലെങ്ത്ത് വേണ്ടത്, ഈ തുണിയുടെ വിഡ്ത്ത് വേണ്ടത് കേട്ടോ. അപ്പോൾ ഈ 36 ഇഞ്ചിൽ 1 ഇഞ്ച് നമ്മൾ സീം അലവൻസിന് കൊടുത്തു. ബാക്കി ഭാഗത്ത് നമ്മളിതാ ഇങ്ങനെ 3 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. 3 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ 36 ഇഞ്ച് വരെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 36 ഇഞ്ച് വരെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേ 36 ഇഞ്ച് വെച്ച് നമുക്കൊരു
ലൈൻ വരയ്ക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ പോക്കറ്റ് നമ്മൾ ഇതിനോട് കൂടെ തന്നെ അറ്റാച്ച് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ വേറെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ചെയ്യാം. ഇതുവരെയാണ് നമുക്ക് സ്റ്റിച്ചിങ്ങിനായിട്ടുള്ള തുണി. ബാക്കി ഇതാ ഇവിടെ ഒരു 5.5 ഇഞ്ച് തുണിയുണ്ട്. ഇതിൽ ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് നീക്കി മാർക്ക് ചെയ്യുക, ഒരു 5 ഇഞ്ച് മതി. താഴത്തേക്ക് നമ്മളൊരു 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. പോക്കറ്റിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അത്. 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ 5.5 തന്നെ ഇരുന്നോട്ടെ കേട്ടോ. മോൾ ഭാഗത്തേക്കൊന്ന് ചെറുതായിട്ട് ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ പോക്കറ്റിൻ്റെ ഭാഗം വരിക. ഇനി നമുക്കിതാ പോക്കറ്റിൻ്റെ ഷേപ്പ് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക, കർവ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്കൊന്ന് ജസ്റ്റ് കർവ് ചെയ്തിട്ട്, സ്ട്രെയിറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത് കട്ട് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി കാണിച്ചു തന്നതാ. ഇത് നമ്മുടെ പോക്കറ്റിൻ്റെ ഭാഗമാണ്. ഇവിടെ വരെയാണ് നമ്മുടെ പ്ലീറ്റ്സ് വന്ന് നിൽക്കുക. ഇവിടെ നിന്ന് താഴത്തേക്ക് ഒരു 1 ഇഞ്ച് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തണം കേട്ടോ. ഇവിടെ നിന്ന് 1 ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് നിർത്തുക. ഇവിടെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ സാധാരണ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. ഇവിടെ നമുക്കൊരു ഗ്യാപ്പ് ഒരു 4 ഇഞ്ച് മതിയാവും ഓപ്പണിങ്. ചെറിയ കൈയായിരിക്കുമല്ലോ, കുഞ്ഞു കുട്ടികളല്ലേ, അപ്പോൾ ഒരു 4 ഇഞ്ച് ഓപ്പണിങ് കൊടുത്താൽ മതി. ഇവിടെ നിന്ന് താഴത്തേക്കും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് നമ്മൾ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അടുത്തത് നമ്മളിതിൻ്റെ പീറ്റർ പാൻ നെക്ക് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അതിനുവേണ്ടി നമ്മൾ ഈ ഫ്രണ്ട് പോർഷൻ ഇതാ ഇങ്ങനെ എടുത്ത് വയ്ക്കുക. ഒരു ക്യാൻവാസിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഈ ക്യാൻവാസ് മെറ്റീരിയലിൽ നമ്മൾ അയൺ ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതാ ഇത് കറക്റ്റായിട്ട് നെക്ക് വെച്ച് കൊടുക്കുക. നീങ്ങി പോകരുത്, കറക്റ്റായിട്ട് തന്നെ ഇരിക്കണം. ഇനി നമുക്ക് ഈ നെക്ക് ഇങ്ങനെ വരച്ചെടുക്കാം. ഇവിടെ നമുക്ക് വീതി വേണ്ടതെന്ന് പറയുമ്പോൾ ഈ നെക്കിന് ഇവിടെ ഫ്രണ്ടിൽ പൈപ്പിംഗ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് സ്ലീവ് അടിച്ചു കൊടുക്കാനായിട്ട് ഒരു 1/2 ഇഞ്ച് നമുക്ക് പോകും. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടത്, ഇവിടെ നമുക്കൊരു 1/4 ഇഞ്ച് വേണ്ട ഒരു ചെറിയൊരു പൈപ്പിംഗ് ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാൻവാസിൻ്റെ നീളം നമുക്ക് ഇത്ര മതിയാകും. ഇതാ ഒരു 1/2 ഇഞ്ച് നമുക്ക് ഇവിടെയും ഇടണം. അപ്പോൾ ഇത്രയും മതി. ഏകദേശം ഒരു 2 ഇഞ്ച് 2.1 ഇഞ്ചോളാണ് നമുക്ക് വരുന്നത് കേട്ടോ. ഒരു 2 ഇഞ്ചോ 2.1 കട്ട് ചെയ്താൽ മതിയാകും. നമ്മുടെ പൈപ്പിങ്ങും കൂടെ വരുമ്പോൾ ഇവിടെ കറക്റ്റായിട്ട് നിൽക്കും. അല്ലെങ്കിൽ നമ്മൾ അടിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ സ്ലീവ് അടിക്കാൻ നേരത്തെ അതിലേക്ക് ഇത് കയറി പിടിക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ നമ്മളിത് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് മെഷർ ചെയ്തതിന് ശേഷം വേണം ചെയ്യാനായിട്ട് കേട്ടോ. 2.1 എടുത്താൽ മതി. അപ്പം നമ്മുടെ നെക്ക് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ഈ മെഷർമെൻറ്റ് ഈ 2.1 നമുക്ക് മെഷർ ചെയ്തെടുക്കുക. എന്നിട്ടിത് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ നെക്ക് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴ്ഭാഗം നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുകയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ തന്നെ വരയ്ക്കുക. താഴ്ഭാഗത്തേക്ക് ചെറുതായിട്ടൊന്ന് കർവ് ചെയ്ത് കൊടുക്കുക. താഴ്ഭാഗം മാത്രം ഒന്ന് കർവ് ചെയ്തെടുക്കുക. എന്നിട്ടിത് നമുക്ക് മെറ്റീരിയലിലേക്ക് അയൺ ചെയ്ത് പിടിപ്പിക്കാം. ഇനി നമുക്കിതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് നമ്മൾ 4.5 ഇഞ്ചാണ് നമ്മൾ ഇറക്കെടുത്തിരിക്കുന്നത് കേട്ടോ. 4.5 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ സ്ലീവ് ഇറക്കി കട്ട് ചെയ്യുന്നത് ഒരു 2 ഇഞ്ച് മതി. 2 ഇഞ്ചിലാണ് ആം ഹോൾ കട്ട് ചെയ്യാൻ പോകുന്നത്. ഇത് പഫ് സ്ലീവാണ്. അപ്പോൾ നമ്മളൊരു 4 ഇഞ്ച് പഫിന് വേണ്ടി നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. 4 ഇഞ്ച് കേട്ടോ. അതേ 4 ഇഞ്ച് നമുക്കിവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആം ഹോൾ എന്ന് പറയുന്നത് 5 ഇഞ്ചായിരുന്നു.
നമുക്ക് ഇവിടെ പഫ് ഇങ്ങനെ പഫ് സ്ലീവ് തയ്ക്കുമ്പോൾ നമുക്ക് ഈ പഫ് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു 1.5 ഇഞ്ച് നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ എത്രയാണോ ആം ഹോൾ അതിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് കുറയ്ക്കാം. 5 നിന്ന് 1.5 കുറയ്ക്കുമ്പോൾ 3.5 ഇഞ്ച് മതി. ഈ പഫിന് വേണ്ടി മാർക്ക് ചെയ്തതിൻ്റെ ഇവിടെ നിന്ന് 3.5 ഇഞ്ച് നമുക്ക് ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ഇങ്ങനെ ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ ഈ പഫ് എടുത്തതിന് ശേഷം അതിൻ്റെ റൗണ്ട് 3 ഇഞ്ചാണ് വരുന്നത്. ഇവിടെയും 1 ഇഞ്ച് കുറച്ചതിന് 2 ഇഞ്ചാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക, സീം അലവൻസ് കൊടുക്കുക. സാധാരണ സ്ലീവ് മാർക്ക് ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഈ ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് നിൽക്കുക കേട്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ 2 പീസ് എടുത്തതിന് ശേഷം നമുക്കൊന്ന് ചെറുതായിട്ട് ഉള്ളിലേക്ക് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. കോളറിന് വേണ്ട ഭാഗം നമുക്കിതാ ഈ ക്യാൻവാസ് വെച്ചതിന് ശേഷം മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇതിന് വേറെ സീം അലവൻസ് ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. ഇതിങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്തു വരുന്നത്.